ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ഗതിവിധി നോക്കാം. സൂചന ഖണ്ഡ് പഠേ ഓർ പ്രശ്നോക്ക് ഉത്തറിലേക്ക്. പാഠഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അനു കോ ഏക്ക് സൈക്കിൾ ലേനി തി. അനുവിന് ഒരു സൈക്കിൾ വാങ്ങാനായിരുന്നു ആഗ്രഹം. മാ കോ തോ ഉസ്നെ മനാലിയ. അമ്മയെ അവൾ പറഞ്ഞ് സമ്മതിപ്പിച്ചു. പർ പാപ്പാ നെഹി മാനെ. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. उन्हें लगता है कि अनु का हर आग्रह पूरा होता रहा तो वह बिगड़ जाएंगे. അച്ഛൻ എന്താണ് ചിന്തിച്ചത്? അനുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ചീത്തയായി പോകുമെന്ന്. പാപ്പ ഏക്ക് ഗുല്ലക് ലായേ ഓർ ബോലെ. അച്ഛൻ ഒരു പണക്കുടുക്ക് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, പഹലെ കുച്ച് പൈസ ജമാ കർലോ. ആദ്യം കുറച്ച് പൈസ ശേഖരിക്കൂ. ഫിർ സൈക്കിൾ ലേലേന. പിന്നീട് സൈക്കിൾ വാങ്ങാം. ഗുല്ലക് ഏക്ക് ഖൂബ്സൂരത് ഹാത്തിക്ക് ആകാർ കാത്ത. ആ ഗുല്ലക്ക്, ആ പണക്കുടുക്ക എങ്ങനെയായിരുന്നു? മനോഹരമായ ഒരു ആനയുടെ ഷേപ്പിലായിരുന്നു ഉള്ളത്. ഇത്രയാണ് ഈ പാസേജിൽ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഗദ്യാംശക്കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഈ ഗദ്യാംശത്തിനെ അടിസ്ഥാനമാക്കി കറക്റ്റായിട്ടുള്ള പ്രസ്താവന സെലക്ട് ചെയ്ത് എഴുതുക. ഓപ്ഷൻസ് നോക്കിക്കോളൂ. അനുവിനെ പാപ്പാക്കോ മനാലിയ. അനു അച്ഛനെ സമ്മതിപ്പിച്ചു. അനുവിനെ പാപ്പ ഓർ മാ ദോനോക്കോ മനാലിയ. അനു അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിച്ചു. അനുവിനെ മാക്കോ മനാലിയ. അനു അമ്മയെ സമ്മതിപ്പിച്ചു. അനുവിനെ പാപ്പ ഓർ മാ ദോനോക്കോ നെഹി മനാപായ. അനുവിന് അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? മൂന്നാമത്തതല്ലേ? അനുവിനെ മാക്കോ മനാലിയ. അനു അമ്മയെ സമ്മതിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാപ്പാക്കോ കിസ്ക ഡർത്ത. അച്ഛൻ എന്തിനെയാണ് ഭയപ്പെട്ടത്? എന്തിനെയാണ്? ഓപ്ഷൻസ് നോക്കാം. അനുക്കെ രോനേക്ക. അനുവിൻ്റെ കരച്ചിൽ. അനുക്കെ നരാസ് ഹോ ജാനേക്ക. അനുവിൻ്റെ ദേഷ്യപ്പെടൽ. അനുക്കെ ബിഗഡ് ജാനേക്ക. അനു വഴിതെറ്റി പോകുന്നത്. അനുക്കെ ജഗടിനേക്ക. അനു വഴക്കിടുന്നത്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത്? മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. എന്താണ്? അനുക്കെ ബിഗഡ് ജാനേക്ക. അനു വഴിതെറ്റി പോകും എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഭയം. അനു ക്യാ ചാഹത്തി തി ഓർ പാപ്പ ക്യാ ലായേ. അനു എന്താണ് ആഗ്രഹിച്ചത്? അച്ഛൻ എന്താണ് കൊണ്ടുവന്നത്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. അനു സൈക്കിൾ ചാഹത്തി തി. പാപ്പ സൈക്കിൾ ലായേ. അനു സൈക്കിളാണ് ആഗ്രഹിച്ചത്. അച്ഛനും സൈക്കിൾ തന്നെയാണ് കൊണ്ടുവന്നത്. അനു ഗുല്ലക് ചാഹത്തി തി. പാപ്പ സൈക്കിളിലായേ. അനു പണക്കുടുക്കയാണ് ആഗ്രഹിച്ചത്. അച്ഛൻ കൊണ്ടുവന്നത് സൈക്കിളാണ്. അനു സൈക്കിൾ ചാഹത്തി തി. പാപ്പ ഗുല്ലക് ലായേ. അനു സൈക്കിളാണ് ആഗ്രഹിച്ചത്. അച്ഛൻ കൊണ്ടുവന്നത് എന്താണ്? പണക്കുടുക്കയാണ്. അനു ഗുല്ലക് ചാഹത്തി തി. പാപ്പ ഗുല്ലക് ലായേ. അനു പണക്കുടുക്കയാണ് ആഗ്രഹിച്ചത്. അച്ഛനും പണക്കുടുക്ക തന്നെയാണ് കൊണ്ടുവന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. അനു സൈക്കിൾ ചാഹത്തി തി. പാപ്പ ഗുല്ലക് ലായേ. അനു സൈക്കിളാണ് ആഗ്രഹിച്ചത്. അച്ഛൻ കൊണ്ടുവന്നത് പണക്കുടുക്കയാണ്. ഗുല്ലക് കിസ്കെ ആകാർ കാത്ത. ഗുല്ലക്ക് പണക്കുടുക്ക എന്തിൻ്റെ ആകൃതിയിലായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. ജിറാഫ് കെ. ജിറാഫിൻ്റെ. ബന്ദർ കെ. കുരങ്ങിൻ്റെ. ഫാലു കെ. കരടിയുടെ. ഹാത്തി കെ. ആനയുടെ. ആൻസർ എന്താണ്? ഹാത്തി കെ. ആനയുടെ ആകൃതിയിലായിരുന്നു പണക്കുടുക്ക ഉണ്ടായിരുന്നത്. സൈക്കിൾ ഖരീദനെ കെ ലിയെ പാപ്പാനെ ക്യാ ഉപായ് ബതായ. സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ എന്തുപായമാണ് പറഞ്ഞത്? ഓപ്ഷൻസ് നോക്കാം. ഗുല്ലക് മേം പൈസ ജമാ കർണേക്ക. ഗുല്ലക്ക് പണക്കുടുക്കയിൽ പൈസ ശേഖരിക്കാൻ. മാസേ പൈസ മാങ്കിനേക്ക. അമ്മയോട് പൈസ വാങ്ങാനായിട്ട്. ലോട്ടറി ലേനേക്ക. ലോട്ടറി എടുക്കാൻ വേണ്ടി. ബാങ്ക് സേ ലോൺ ലേനേക്ക. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഗുല്ലക് മേം പൈസ ജമാ കർണേക്ക. പണക്കുടുക്കയിൽ പൈസ ശേഖരിക്കാനാണ് അച്ഛൻ പറഞ്ഞത്. രണ്ടാമത്തെ ഗതിവിധി നോക്കിക്കോളൂ. സൂചന प्रेम के सिवा और कुछ नहीं डायरी का यह अंश पढ़े और प्रश्नों के उत्तर लिखे.
പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കിയതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. अफवाह, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में दौड़ा दौड़ा प्रेम, दौड़ी दौड़ी आत्मीयता और मनुष्यता बचाकर रही है. ഇല്ലായ്മയും രോഗങ്ങളും ദാരിദ്ര്യവും ദുഃഖത്തിനും എല്ലാം ഇടയിൽ സാധാരണ ആളുകൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് സ്നേഹവും കുറച്ച് ആത്മീയതയും കുറച്ച് മനുഷ്യത്വവും എല്ലാം സംരക്ഷിക്കുന്നുണ്ട്. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. उन्हें देखते हुए सोचती हूँ, അതായത് അവരെ കാണുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മൂല്യം എന്താണ്? സ്നേഹമാണെന്ന്. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ. ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സമർപ്പണ ഭാവം അല്ലെങ്കിൽ ഒരു ഭക്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ടാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്യാർ കെ ലിയെ ഖണ്ഡ് മേ പ്രയുക്ത ശബ്ദ കോൺസാ ഹെ. പ്യാർ എന്നതിന് പകരം ഗദ്യാംശത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? ആത്മീയത, പ്രേമ, മനുഷ്യത, ദുഃഖ്. ഇതിലേതാണ്? പ്രേമല്ലേ? പ്രേമാണ് ആൻസർ. പ്യാറും പ്രേമവും എല്ലാം എന്താണ്? സ്നേഹമാണ്. संकेतों की सहायता से धरती में प्रेम सबसे ताकतवर मूल्य है വിഷയ पर ലഘുലേഖ ലിഖേ. തന്നിരിക്കുന്ന പോയിൻസുകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മൂല്യം സ്നേഹമാണ് എന്ന വിഷയത്തെപ്പറ്റി ഒരു ലഘുലേഖനം തയ്യാറാക്കുക. പ്രേമസെ ലോകോ കെ ബീച്ച് കാ സംബന്ധ പഠന. സ്നേഹത്തിൽ നിന്നും ആളുകൾക്കിടയിലുള്ള ബന്ധം വളരുന്നു. പ്രേമസെ മനുഷ്യത കാ ബച്ചാവ്. സ്നേഹത്തിൽ നിന്നും മാനുഷിക സംരക്ഷണം. പ്രേമസെ ദോസ്തി പഠന. സ്നേഹത്തിൽ നിന്നും സൗഹൃദം വളരുന്നു. ഇവയെല്ലാമാണ് പോയിൻറ്റ്സ്. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ലഘുലേഖനം തയ്യാറാക്കുക. ആൻസർ നോക്കിക്കോളൂ. ധർത്തി മേം പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ. ഹെഡിങ് കൊടുക്കുക. പ്രേമസെ ലോകോ കെ ബീച്ച് അച്ഛാ സംബന്ധ ബൻതാ ഹെ. സ്നേഹം ആളുകൾക്കിടയിൽ ഒരു നല്ല ബന്ധമുണ്ടാക്കുന്നു. ജബ് ലോഗ് ഏക് ദൂസരെ സെ പ്രേം കർത്തേ ഹെ തോ വേ ഏക് ദൂസരെ കോ സമജ്തേ ഹെ ഓർ മിൽക്കർ കാം കർത്തേ ഹെ. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുമ്പോൾ അവർ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രേം ഹമേ ദയാ ഓർ കരുണ സിക്കാത്താ ഹെ. സ്നേഹം നമ്മളെ ദയയും കരുണയും പഠിപ്പിക്കുന്നു. അതായത് സ്നേഹം ഉള്ളിടത്തെ എന്താണ്? ദയയും കരുണയൊക്കെ ഉള്ളൂ. ഇസസെ മനുഷ്യത ബനി രഹിതി ഹെ. അതിലൂടെ മനുഷ്യത്വം നിലനിൽക്കുന്നു. പ്രേം സെ ദോസ്തി ബഡ്തി ഹെ ഓർ സമാജ് മേ ശാന്തി രഹത്തി ഹെ. സ്നേഹത്തിലൂടെ സൗഹൃദം വളരുകയും അതുപോലെ സമൂഹത്തിൽ ശാന്തി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇസ്ലിയെ പ്രേം ധർത്തി കാ സബ്സെ ബഡാ മൂല്യ ഹെ. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ മൂല്യം സ്നേഹമാണ്. അടുത്ത ഗതിവിധി നോക്കാം. സൂചന. ബാരിഷ് കെ ബാദ് കഹാനി കാ യഹ് അംശ് പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ബാരിഷ് കെ ബാദ് എന്ന കഥയുടെ കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കിയതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗുഡ്ലി അഭി കീടേക്കോ ജാതേ ഹുവേ ദേഖി രഹി തി. ഗുഡ്ലി ഇപ്പോഴും ആ പുഴു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ്ഡുവിനെ ആവാസ് ദി. അപ്പോഴാണ് ഗുഡ്ഡു വിളിച്ച് പറയുന്നത്, ദേഖ് ഗുഡ്ലി ഗോകുൽ ഗയ. അപ്പം നോക്കൂ ഗുഡ്ലി, ഗോകുൽ ഗയയെ കണ്ടോ? കിത്നി സുന്ദർ മക്മലി ലാൽ രംഗിക്ക് കീടി ഹോത്തി ഹെ ഗോകുൽ ഗായ്. ഈ ഗോകുൽ ഗായ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രാണിയാണ്. അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പുറം എന്താണ്? ഒരു വെൽവെറ്റ് പോലെ ഇരിക്കുകയാണ്. ചുമന്ന നിറത്തിലാണ് കാണുന്നത്. ബാരിഷ് കെ അലാവ ഓർ കിസി മൗസം മേ ദിഖ്തി ഹി നഹി ഹെ. ഈ മഴക്കാലത്താണ് ഈ പ്രാണിയെ കൂടുതലായിട്ട് കാണുന്നത്. വേറുള്ള മാസങ്ങളിൽ അങ്ങനെ കാണാറില്ല. ഇത്രയും കാര്യങ്ങളാണ് പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഗോകുൽ ഗയ്യ കിസ് മൗസം മേം ദിഖ്തി ഹെ. ഗോകുൽ ഗയ്യെ ഏത് മാസത്തിലാണ് കാണപ്പെടുന്നത്? ഗർമി കെ മൗസം മേം വേനൽക്കാലത്ത്, ബാരിഷ് കെ മൗസം മേം മഴക്കാലത്ത്, സർദി കെ മൗസം മേം ശൈത്യകാലത്ത്, കൊഹരെ കെ മൗസം മേം എന്ന് വെച്ചാൽ മഞ്ഞുകാലത്ത്.
ആൻസർ ഏതാണ്? ബാരിഷ് കെ മൗസമ്മേ, മഴക്കാലത്താണ് ഈ പ്രാണിയെ കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഗുഡ്ഡു ഓർ ഗുഡലി ഗോകുൽ ഗയ്യാക്കോ ദേഖ്തേ ഹേ. ഗുഡ്ഡുവും ഗുഡലിയും ഗോകുൽ ഗയ്യയെ കാണുന്നു. വേ ഉസെ പകഡ്കർ സ്കൂൾ ലേ ജാനാ ചാഹത്തെ ഹേ. അവർ അതിനെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദോനോ കെ ബീച്ച് കി ബാച്ചിത് ലിഖെ. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം എഴുതുക. ആദ്യത്തെ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഗുഡ്ഡു, ദേഖ് ഗുഡലി ഗോകുൽ ഗയ. ഗുഡ്ഡു ഗുഡലിയോട് പറയാണ്, നോക്കൂ ഗുഡലി, ഗോകുൽ ഗയെ കണ്ടോ? ഗുഡലി, വാ ബഹുത് സുന്ദർ. ഹൂ, എന്തു ഭംഗിയാണ്. ഇനി ഗുഡ്ഡു എന്തായിരിക്കും പറയുന്നത്? ഗുഡ്ഡു പറയാണ്, ചലോ ഇസേ സ്കൂൾ ലേ ചലേ. വരൂ, നമുക്കിതിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാം. ഗുഡലി, ഹാ ദോസ്തോങ്കോ ദിഖായെങ്കെ. ആ ശരിയാ, നമുക്ക് ഫ്രണ്ട്സിനെല്ലാം കാണിക്കാം. ഗുഡ്ഡു, ഹം ഇസേ ധീരെ ധീരെ ലേ ജായെങ്കെ. നമുക്കിതിനെ പയ്യെ അങ്ങ് എത്തിക്കാം. ഗുഡ്ഡലി, ടീക്കേ ചലോ, ശരി നടക്ക്. ഇതാണ് ആൻസർ. ഇതൊക്കെ ആയിരിക്കണം അവർ സംസാരിച്ചിട്ടുണ്ടാവുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്